ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാനൊന്നും കണ്ടൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടാലെന്ന് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് സിമ്പിളായിട്ടുള്ള ജേണൽ സപ്ലൈസ് ഉണ്ടാക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഞാനാണെങ്കിൽ ഇവിടെ കണ്ട് നമുക്ക് ക്യൂട്ടായിട്ടുള്ള മറ്റേ ജേണൽ സിമ്പിളുള്ള ക്യൂട്ട് ഗേൾസിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ഓരോ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് എല്ലാം കണ്ടോ. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന പോലെ വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം. ഫോണിൻ്റെ മേലെ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഗേൾസിൻ്റെയൊക്കെ. അപ്പോൾ ഇനി ഇതെല്ലാം ഉണ്ടോ. അപ്പോൾ ഞാനിത് വരച്ച് വെച്ചിട്ടുള്ളൂ. ഇതെല്ലാം നമുക്കൊന്ന് കളർ ചെയ്യാം. ഓക്കെ, നമ്മൾ കണ്ട് എല്ലാ ഗേൾസിനെയും നമ്മൾ കണ്ട് ഇതുപോലെ ക്രയോൺസ് വെച്ചിട്ടോ ഞാൻ കളർ ചെയ്തിട്ട്. നിങ്ങൾക്ക് മാർക്കറൊക്കെ ഉണ്ടെങ്കിൽ ആൽക്കഹോൾ മാർക്കറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഭംഗിയായി കളർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം ഇപ്പോഴുള്ള ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെല്ലാം മെയിൻ പണിയാണ് ഗൈസ്, കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു കാര്യം, ഫസ്റ്റ് നമ്മൾ സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യുന്ന മാതിരി തന്നെ അതുപോലെ വൈറ്റ് സ്പേസ് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ഇതേക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കണ്ട് വൈറ്റ് സ്പേസ് വിട്ടിട്ടുണ്ടോ സ്റ്റിക്കറിന് കട്ട് ചെയ്യുന്ന മാതിരി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉള്ളതാണ്. ഇത് ഫുള്ളും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കുറേ ക്യൂട്ടായിട്ട് ഗേൾസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട ഭാഗത്ത് അത് ക്യൂട്ടായിട്ടുള്ള കവായി ഗേൾസാണ്. ഇത് വേറെ ഗേൾസാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഇതാണ്. ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ. പിന്നെ കുറേ അതുണ്ട് ഇതുപോലെ എഴുതിയിട്ട് സ്വീറ്റ് എഴുതിയിട്ട് അതുപോലെ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാട്ടോ. അങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാനതൊക്കെ എടുത്ത് സ്റ്റിക്കറാക്കി. പിന്നെ ഇതുപോലെ സൺഡേ മൺഡേ എന്നൊക്കെ എഴുതിയിട്ട് ഇതുപോലത്തെ ഓരോ ഷേപ്പാക്കിയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനുണ്ട് ഫിലിം സ്ട്രിപ്സ് ആട്ടോ. ഫിലിം സ്ട്രിപ്സ് ഇത് നമുക്കിതിൻ്റെ ഈ ഒരു ബ്ലാക്ക് ഭാഗത്ത് കളർ ചെയ്യാം. അപ്പം ഇനി ഇത് ഫിലിം സ്ട്രിപ്സ് വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വരച്ച് കാണിച്ചാൽ. നമ്മൾ ഫസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഒരു വര ഇടണം. ഇപ്പോഴത്തും അതേപോലെ വരണേ. മുകളിലും താഴെ ഇതുപോലെ വരച്ചു കൊടുക്കാം. നമ്മൾ ഉള്ളിൽ ഒന്ന് കുറച്ചായിട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ കുറച്ചിങ്ങനെ വളച്ചിട്ട് വരയ്ക്കണം. നമ്മൾ പണ്ട് ഈ ഫിലിം സ്ട്രിപ്പിൻ്റെ അളവിന് ഇതുപോലൊരു വര ഇങ്ങനെ വരച്ച് കൊടുക്കാം. കുറച്ചൊരു വളഞ്ഞിട്ട് വേണം കേട്ടോ. പിന്നെ ഇപ്പുറത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നേരെ ആക്കണേ. ഇങ്ങനെ കൊണ്ട് ഇതിൻ്റെ ഉള്ളൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഫുള്ള് വരയ്ക്കാം. ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കണം.
ഇങ്ങനെ വരയ്ക്കണം. പിന്നെ ഇപ്പുറത്തേന്ന് ഇങ്ങനെ വരയ്ക്കണം. തെണ്ടോടൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് ഫുള്ള് വരച്ചെടുക്കാം. ഇതിങ്ങനെ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വരട്ട് കൊടുക്കാം. അതുപോലെ വരട്ടെടുക്കുക എല്ലായിടത്തും. അതാണ് നമ്മൾ ഫുള്ള് വരച്ചെടുത്തു. ഇപ്പോൾ അതാണ്ട് ഫിലിം സ്ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ അതാണ് നമ്മൾ ഇതേമാതിരി ഫിലിം സ്ട്രിപ്സ് വരച്ചെടുക്കുക. ഇതും കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് നമ്മൾ രണ്ട് ഫിലിം സ്ട്രിപ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഈ ഒരു ഇവിടെ ബ്ലാക്കും എടുത്ത് പല റെഡ് ഗ്രീൻ അങ്ങനത്തെ ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഫിലിം സ്ട്രിപ്സും ആവും കേട്ടോ. ഇതായിട്ടുണ്ട്. അടുത്തായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. സ്റ്റാമ്പ്സ് ഇതുപോലെ റെവറേറ്റ് എടുത്തിട്ടാണ് ഉണ്ടാക്കാനുള്ള. അതിനൊന്ന് മടക്കിയെടുക്കണം. ഒരു ഇത്ര വലിപ്പത്തിലുള്ള സ്റ്റാമ്പ് മതിയാവും കേട്ടോ. കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമുക്ക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് മടക്കിയെടുക്കാവേ. ആവശ്യത്തിനുള്ള നീളത്തിന് കേട്ടോ. നീളത്തിലൊന്ന് മടക്കിയെടുക്കാം. ഓക്കെ, ചെറുപ്പം എക്സസ് വന്നൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമ്മളുടെ ഇതിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചെരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഭാഗത്തേക്ക് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ ഭാഗത്തേക്ക് ചെരിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ രീതിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ട്രയാങ്കിൾ രീതിക്ക് അത് പോരും. അങ്ങനെയാണ് വേണ്ടത്. നമുക്കൊന്ന് നിർത്തിയേക്കാം. ഇപ്പോഴത്തെ സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിർത്തി വെക്കാം. നോർത്തപ്പം നല്ല ഇങ്ങനെ കിട്ടും. നമുക്കിതിൽ ഡിസൈൻസ് വരച്ചു കൊടുക്കാം. നമുക്ക് ഒന്നുകൂട്ടി ഇങ്ങനത്തെ തയ്യാറാക്കിയെടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാൻ എൻ്റെ അടുത്തുള്ള ഈ ഒരു ബ്രഷ് പെന്നാണ് ഉപയോഗിക്കുന്നത്. റെഡാണ്, ഓറഞ്ച് എടുക്കാം. പോലെ ഔട്ട്ലൈൻ സ്റ്റാമ്പിനൊക്കെ കളർ ചെയ്തിട്ടുണ്ട്. കളർ ചെയ്ത് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ വരയ്ക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കണ്ട് സ്റ്റാമ്പ് ഇങ്ങനെ കയറി എടുത്ത് ഒട്ടിക്കാവുന്നതാണ്. സ്റ്റാമ്പ് ഉണ്ടാക്കി സ്റ്റിക്കേഴ്സും ഉണ്ടാക്കി. വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കേഴ്സിന് നമുക്ക് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ബട്ടർ പേപ്പറിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ മാറി കിട്ടും. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഉണ്ടാക്കി എടുക്കണം. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇനി ഇത് വെച്ചിട്ട് ജാണ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ഫസ്റ്റ് ആപ്പ് ഇത്രയുള്ള ബൈ ബൈ.